എൻ്റെ പൊന്ന് സാറേ, എൻ്റെ കെട്ടിയോനും ഇവിടെ പഠിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. 40-45 വയസ്സായില്ലേ അയാൾക്ക്. അയാൾ നല്ല ഇലക്ട്രിക്കൽ ജോലിയായിട്ട് ജീവിച്ചിരുന്നാണ്. ഞങ്ങൾക്ക് എന്നും നല്ല കഞ്ഞിയും കുടിച്ച് ജീവിക്കായിരുന്നു. ഇപ്പം സിനിമ എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ്. ജോലിക്കും പോണില്ല, ഒന്നുമില്ല. ഇത് എൻ്റെ അടുത്ത് പറയണേ കുടുംബശ്രീക്ക് പോവാൻ. പിന്നെ ഇനി ഞാൻ ഈ കുടുംബശ്രീക്ക് പോകാത്തൊരു കാര്യം ഇതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറയണേ ടൊബീനോ ജോലി വിട്ടിട്ടാണ് പോയെന്ന്. എന്നിട്ട് സിനിമ കാണാനായിരുന്നു. ഈ ടൊബീനോ പറഞ്ഞ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല. നല്ല ജോലി ഉണ്ടായ ചെക്കനാണേ, അത് വിട്ടിട്ടാണ് സിനിമ എന്നും പറഞ്ഞുകൊണ്ട് കുറേ പട്ടിണി കിടന്ന് വന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ അതും കേട്ട് പോയേക്കാണ്. അവനൊക്കെ ചെറിയ കൊച്ചാന്ന് വിചാരിക്കുക. ഇതാ 40 വയസ്സ് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ മടിയാണ് സാറേ, വേറെ ഒന്നല്ല. ഇലക്ട്രീഷ്യനാകുമ്പോൾ ജോലിക്ക് പോകണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ കൂടെ ക്ലാസ് എന്നും പറഞ്ഞിട്ട് കറങ്ങി ഇറങ്ങിട്ട് 4 നേരം ചായ കുടിച്ച് കിടക്കാം. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ പോയി എന്തിനാണ്? നിങ്ങൾക്ക് വല്ല ചെറുപ്പം പിള്ളേരെ എടുത്താൽ പോരെ. ഈ 40-40 വയസ്സായ കിളവനെയൊക്കെ എടുക്കണോ? സാറി മമ്മൂട്ടീനൊക്കെ കണ്ടിട്ടില്ലേ? എന്തൊരു ഗ്ലാമറാണ്. പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടോ? കെട്ടാൻ വന്നപ്പോൾ ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സമ്മതിച്ച്. പക്ഷെ എന്നാലും ഇത് ഈ പ്രായത്തിൽ ഇതിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാറ്, ഞാൻ ഒരു കാര്യം പറയാം. സാറൊരു കാര്യം ചെയ്യൂ, പുള്ളിക്കാരൻ തോപ്പിച്ചു തരുമോ? എന്നാൽ പിന്നെ എനിക്ക് പുള്ളിക്കാരനെ കൊണ്ടൊന്ന് പോകാമായിരുന്നു. ഇത് പറ്റണില്ലേ സാറേ. എനിക്കൊന്നും വാങ്ങിക്കാൻ ഒരു സാരി പോലും മാസത്തിൽ വാങ്ങിക്കാൻ പറ്റണില്ല. പൈസ ഒന്നും തികയണില്ല. സാറൊന്ന് തോപ്പിച്ചാ സാറേ.